ഇന്ന് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ ആദ്യമേ ബ്രദർ പറഞ്ഞതുപോലെ ഓണത്തിൻ്റെ ബോണസും ഓണസദ്യയുമാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഒരു ആത്മീയ ഓണസദ്യ ഞങ്ങൾക്ക് തന്നതിന്. അതായത് ആദ്യമേ ഇന്നലത്തെ ആരാധനയെക്കുറിച്ച് പറയാം. പലപ്പോഴും ഞാൻ ആരാധനയ്ക്ക് പോയിരുന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഈശോ എടുത്ത് ഈശോ എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് ഈശോയെ ഒരിക്കലും ആശ്വസിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ആരാധനയ്ക്ക് ബ്രദർ പറഞ്ഞായിരുന്നു, ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈശോയുടെ അടുത്ത് ഒന്ന് ഇരുന്നാൽ മതി, അത് ഈശോയ്ക്ക് വലിയ ആശ്വാസം നൽകുമെന്ന്. പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് ആരാധന ഉണ്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ശരിക്കും മടി തോന്നിയിട്ടുണ്ട്. ടയേർഡായി, ഇനിയും പോയിരിക്കണമല്ലോ, അവിടെ പോയിരുന്ന ഉറങ്ങുമല്ലോ എന്ന്. പക്ഷേ ഇന്നലെ ആരാധനയിലൂടെ ഒരു ഉൾക്കാഴ്ച കിട്ടിയെന്ന് വെച്ചാൽ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകുമല്ലോ, ഈശോയെ സന്തോഷിപ്പിക്കാമല്ലോ എന്ന്. പിന്നെ അതിന് ബ്രദർ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. വീട്ടിൽ ഈ ഹോം ലീവിന് പോകുമ്പോഴത്തേക്ക് അപ്പച്ചൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ പോയി വീട്ടിലെന്തായാലും നമ്മൾ പോയി റെസ്റ്റ് എടുക്കത്തില്ല, അപ്പച്ചൻ്റെ അടുത്ത് പോയിരിക്കും. അപ്പച്ചന് സന്തോഷം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അപ്പച്ചനെ സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പച്ചന് സന്തോഷം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോയുടെ അടുത്ത് ആരാധനയ്ക്ക് ഇനി എത്ര മടിയുണ്ടായാലും ഒന്നുമില്ലല്ലോ ഒന്ന് പോയിരിക്കാൻ ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഓണസദ്യ എന്ന് വെച്ചാൽ അതിനു മുമ്പ് വേറൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്. പലരോടും ഞാൻ ചോദിച്ച്, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു അച്ഛനോട് ചോദിച്ച്, പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് ക്ലിയറായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. പക്ഷേ ഇപ്പം ഞാൻ സംതൃപ്തിയാണ്. ഞാൻ ഇത്രയും നാളും ശരിക്കും ദൈവത്തോട് തന്നെ ചോദിക്കുന്നത്, എന്തിനാ ദൈവം ഇത്രയും ചെയ്തത്? നീ തന്നെ ഉണ്ടാക്കിയ മക്കളല്ലേ, എന്നിട്ട് എന്തിനാ അവരെ പുറത്താക്കിയതെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു കറക്റ്റ് ഉത്തരം കിട്ടി. അവർ പാപാവസ്ഥയിൽ നശിച്ചു പോകാതിരിക്കാൻ ആ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ് എനിക്ക് അതിലൂടെ മനസ്സിലായി. ഞാൻ ദൈവത്തോട് മാപ്പി ചോദിച്ച് എനിക്ക് ശരിക്കും ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ സെൻറ്റൻസ് ഒരു വാക്യം തന്നെ എടുത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ എനിക്ക് ഇനിയുള്ള സംശയമാണ് മാർക്കോസ് 4:12. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് അവർ മനസ്സ് തിരിഞ്ഞ് അനുദപിക്കാതിരിക്കുന്നത്. അതെൻ്റെ സംശയമാണ്, എന്തുകൊണ്ടാണ് ആ ലാസ്റ്റ് സെൻറ്റൻസ്. പിന്നെ ഓണസദ്യ എന്ന് വെച്ചാൽ ഞാനും സ്വർഗത്ത് പോകും എന്നൊരു വലിയ വിശ്വാസം. നിയമങ്ങൾ തെറ്റിച്ചാലും ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കും സ്വർഗരാജ്യം ഉറപ്പാണ് എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള, അവരാരും ഇവിടെ ഇല്ല. സങ്കീർത്തനം ശരിക്കും നന്നായിട്ട് പാടുന്നുണ്ട്. പലപ്പോഴും ഞാൻ സങ്കീർത്തനങ്ങൾ എടുത്തു വെച്ച് മറ്റു ഭാഗങ്ങൾ വായിക്കുന്നതിനേക്കാളും സങ്കീർത്തനങ്ങൾ എൻ്റെ തന്നെ ട്യൂണിൽ പാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ ശരിക്കും സന്തോഷം. അവിടെ നിന്ന് എണീറ്റ് ഇവിടെ വരുമ്പോൾ മറന്നു പോകുന്നതാണ് പറയാൻ. എന്ന് അവർക്ക് ഒത്തിരി താങ്ക്സ് പറയുന്നു. എല്ലാത്തിനും ഒത്തിരി നന്ദി.